അപ്പോൾ നമ്മൾ നിസർഗധാമ പാർക്കിനകത്തു കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് തിരക്കൊന്നുമില്ല, എല്ലാ സ്ഥലത്തും മുളം കൂട്ടങ്ങളാണുള്ളത്. ആനകളൊക്കെ ഇപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ കാവേരി നിസർഗധാമ ടിക്കറ്റിൻ്റെ ചാർജ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ കുറേ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഈ കാണുന്ന എൻട്രൻസ് കൂടിയാണ് നമ്മൾ അകത്തേക്ക് കടക്കേണ്ടത്. ആദ്യം ഇങ്ങോട്ട് പോകുമ്പോൾ കാണുന്നതൊരു തൂക്കുപാലമാണ്. ഇതിന് താഴെയാണ് ബോട്ടിങ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് പെഡൽ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. വൈറ്റ് കളർ കാണുന്നതൊക്കെ ഇവിടുത്തെ പെഡൽ ബോട്ടുകളാണ്. പിന്നെ അവിടെ ഒരു പഴയ തൂക്കുപാലം കാണുന്നുണ്ട്. ഈ വലതുവശത്ത് കാണുന്ന ബോട്ടിങ്ങിനുള്ള എൻട്രിയാണ്. പുറത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് ഈ വഴി കൂടി നമ്മൾ താഴെ ഇറങ്ങിയാൽ ആ ബോട്ടൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തെത്താം. കോട്ടേജുകളുണ്ട്. ഇവിടെ വലതുവശത്ത് പോയി കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റിയ കോട്ടേജുകളുണ്ട്. അപ്പോൾ നമ്മൾ നിസർഗധാമ പാർക്കിനകത്തു കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് തിരക്കൊന്നുമില്ല, എല്ലാ സ്ഥലത്തും മുളം കൂട്ടങ്ങളാണുള്ളത്. നടക്കാൻ നല്ല നടപ്പാതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊടകിലെ കോലാട്ട് എന്ന് പറയുന്ന ഒരു കളിയുടെ രൂപമാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. കല്യാണ സമയത്ത് ആണോ ഈ കോലാട്ട് സാധാരണ ചെയ്യുന്നത്? അപ്പോൾ അതായത് എന്തെങ്കിലും ഉത്സവ സീസൺ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെ ഫംഗ്ഷന് അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ വരുന്ന സമയത്ത് ചില സാംസ്കാരിക പരിപാടികളൊക്കെ അവതരിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ കൊടകിലെ ഒരു ഐറ്റമാണ് കോലാട്ട്. ഇതല്ലാതെ വേറെ കുറേ ഐറ്റമൊക്കെ ഉണ്ടല്ലേ, ഒരുപാട് ഐറ്റം ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു ഐറ്റമാണ് ഈ കോലാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൊടകിലെ ആണുങ്ങളുടെ ഒരു ഫോക്ക് കണ്ട പോലെ തന്നെ അപ്പുറത്ത് കൊടകിലെ പെണ്ണുങ്ങളുടെ ഒരു ഫോക്കിൻ്റെ പ്രതിമ കൂടി നിർമ്മിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ കൊടകിലെ മറ്റൊരു കലാരൂപമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായും സ്ത്രീകളാണ് ഈ ഒരു കലാരൂപം ചെയ്യുന്നത്. പുത്തരി മഹോത്സവം, ആയുധ പൂജ തുടങ്ങിയ സമയങ്ങളിലൊക്കെ കൊണ്ടാടുന്ന ഒരു തരം ഫോക്ക് ഡാൻസാണ്. ഉമ്മത്താട്ട് എന്ന് പറയുന്ന കൊടകിലെ ഒരു ഫോക്ക് ഡാൻസാണ് ഇവിടെ പ്രതിമയുടെ രൂപത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ ആണുങ്ങൾ ചെയ്യുന്ന ഒരു കലാരൂപം കണ്ടു കഴിഞ്ഞു. അതിൻ്റെ പേരാണ് കോലാട്ട്. ഇത് ഉമ്മത്താട്ട്. ഇത് ഉമ്മത്താട്ടും അത് കോലാട്ടും. ആദിമ മനുഷ്യരുടെ കുറച്ച് രൂപങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഉമ്മത്താട്ടും കോലാട്ടും അല്ലേ, ഉമ്മത്താട്ടും കോലാട്ടും പോലുള്ള രണ്ട് കലകൾ അതും കണ്ടു. ഇനി നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഏറുമാടുണ്ടല്ലോ, ഇവിടെ ഒന്നല്ലേ ഉള്ളൂ? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഏറുമാടമുണ്ട്. നമുക്കതിനകത്ത് കയറാം. 2-3 ഏറുമാടുണ്ടെന്ന് തോന്നുന്നു. അങ്ങ് ദൂരെ ഒരെണ്ണം കാണുന്നു. നമുക്കിതിലേക്ക് കയറാം. എന്ന് കയറി ഏറുമാടത്തിൻ്റെ ഇവിടെ വരെ എത്തി. ഇനി ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് നേരെ ഇവിടെ നിന്ന് വീണ്ടും ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇങ്ങനെ കയറിയിട്ട് മേലെ കയറിയാൽ ഏറുമാടായി. അപ്പോൾ ഈ ഏറുമാട് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു മരത്തിൻ്റെ സപ്പോർട്ടാണ്. പിന്നെ ഈ ഇപ്പുറത്തെ ഭാഗത്ത് മറ്റേ 2 തൂണിലാണ് ഇത് നിർത്തിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഏറുമാടത്തേക്ക് കയറുന്നു. എൻ്റെ അമ്മ, കുലുക്കമുണ്ടടാ? കുലുക്കമില്ലല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറുമാടം. ഇവിടെ നല്ല ഇരിക്കാനുള്ള പടികളാക്കി വെച്ചിട്ടുണ്ട്.
ഇതിപ്പോൾ അത്യാവശ്യം നല്ല പലകയാണ് ഈ ഏറുമാടം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. മുമ്പ് മുള ഉപയോഗിച്ച് ചെയ്തതായിരുന്നു. അതുകൊണ്ട് മുളയൊക്കെ ദ്രവിച്ചു പോകുമ്പോൾ ചില കുലുക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല ഉറപ്പുണ്ട്. പിന്നെ വലിയ അനക്കമൊന്നുമില്ല. ധൈര്യത്തോടു കൂടി ഇതിൻ്റെ മേലെ കയറി വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ 2 or 3 ഏറുമാടമുണ്ട് അപ്പുറത്തൊക്കെ. നമ്മൾ ആദ്യം കണ്ട ഏറുമാടത്തിലേക്കാണ് ഇപ്പോൾ കയറിയത്. പിന്നെ അപ്പോൾ ഇവിടെ എങ്ങും മുളം കാടാണ്. മുളം കാടെന്ന് പറയുമ്പോൾ അത് കാടല്ല, കാരണം ഇവിടെ വന്യമൃഗങ്ങളൊന്നും അങ്ങനെ വരാറില്ല. അതിനപ്പുറം നദിയാണ്. നദി ഈ നിസർഗധാമയുടെ അപ്പുറം ഇപ്പുറമൊക്കെ നദിയാണ്. ഇതിന്റെ നടുക്കുള്ള ഒരു പ്ലേസ് ആണ് ഈ നിസർഗധാമ എന്ന് പറഞ്ഞ സ്ഥലം. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ കാവേരി നിസർഗധാമ. പക്ഷെ ഇതിനകത്ത് ഒരുപാട് മൃഗങ്ങളൊന്നുമില്ല. കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ ഒരു എലിഫന്റ് സവാരി ഉണ്ട്. പിന്നെ കുറച്ച് മാൻകുട്ടികൾ അവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് മൃഗങ്ങളുള്ള ഒരു സൂ ഒന്നുമല്ല. അങ്ങനെ ഒരു സൂ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മൈസൂർ പോയാൽ വലിയൊരു മൃഗശാല നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഡിസൈൻ ചെയ്തിട്ട് വെച്ചിട്ടാണ് ഒരു ഇരിപ്പിടം ഉള്ളത്. ഇവിടെ മരത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഫോക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇത് വൈറ്റ് ഡ്രസ്സാണല്ലോ. ഇതും കോലാട്ട് തന്നെയാണോ? കോലാട്ട് തന്നെയാണല്ലേ? അതെ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ബ്ലാക്ക് ഡ്രസ്സാണ്. ഓ, അത് ശരി. അപ്പോൾ കോലാട്ട് തന്നെയാണ് സംഭവം അല്ലേ? കോൽക്കളി പോലത്തെ കോലല്ല ഇത്. അത്യാവശ്യം നല്ല നീളമുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ബെൻഡും ഉണ്ട് കോലിന് അല്ലേ? ആ പിടിയുള്ള സ്ഥലത്ത് ഒരു ബെൻഡ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല നീളമുണ്ട്. അപ്പോൾ 8 പേര് കളിക്കുന്ന ഒരു കളിയാണ് ഈ കോലാട്ട് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം കണ്ടത് ബ്ലാക്ക് ഡ്രസ്സ് അണിഞ്ഞ കോലാട്ട് സംഘത്തെയാണ്. ഇവിടെ വൈറ്റ് ഡ്രസ്സ് അണിഞ്ഞ കോലാട്ട് സംഘത്തെയാണ് കാണുന്നത്. കൊടകിലെ ഒരു കലാരൂപമാണ് കോലാട്ട്. നമ്മുടെ കോൽക്കളി എന്നൊക്കെ പറയുന്ന പോലെ, അത് കോൽക്കളിയെ പോലെ കുറച്ച് തടിച്ച ഒരേ സൈസ്, ബാക്ക് ടു ഫ്രണ്ട് ഒരേ സൈസുള്ള കോലല്ല, കുറച്ച് നീളമുണ്ട്. അതുപോലെ തന്നെ കൈൻ്റെ അടുത്ത് ചെറിയൊരു ബെൻഡ് പോലെയുണ്ട്. അങ്ങനത്തെ ഒരു കോലാണ് ഇവിടെ ഉപയോഗിച്ചതായിട്ട് കാണുന്നത്. നമുക്ക് എന്തായാലും മറ്റുള്ള കാഴ്ചകൾ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് പോയി നോക്കാം. ഇവിടെ 1-2 ആക്ടിവിറ്റി കൂടി ചെയ്യുന്നുണ്ട്. ഇതെന്താണ് സംഭവം? റോപ്പ് വേ. ഇപ്പോൾ നമ്മളെ സുഹൃത്ത് ഇപ്പോൾ റോപ്പ് വേയിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അതിനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹായ് ഹായ്. സംഭവം കൊള്ളാം കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചെറിയൊരു പേടിയാണ്. സംഭവം കൊള്ളാം. അവിടെ വരുന്ന സമയത്ത് കുറച്ച് പേടിയുണ്ടായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ റോപ്പിൽ ഇതുവരെ കയറിയിട്ടില്ല. പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും കൊള്ളാം. പിന്നെ ഞാൻ അവിടുന്ന് വരുമ്പോൾ അവിടുന്ന് തിരിഞ്ഞു പോയി അല്ലേ? നീ നേരെ വന്ന്. അപ്പൊ ഞാൻ ഇവിടെ എത്തിയാൽ എനിക്ക് അറിഞ്ഞില്ല. കൊള്ളാം. അവിടുന്ന് ഒരു പേടിയുണ്ട്. ഏറ്റവും അവസാന ഭാഗത്ത് മാൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. കുറച്ച് മാനുകളുണ്ടല്ലേ. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തും ഉണ്ട്. എന്താ ഇവിടെ അടുത്തൊരു മാനുണ്ട്. അതിൻ്റെ ഷൂട്ട് ചെയ്യാം. പേടിച്ചോടുവോ എന്തോ. എന്താ അടിപൊളി. ഓ, പേടിയായി. എന്താ പോകുന്നു. മാനുകളൊക്കെ ഇപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നത് മാനുകൾക്ക് ഭക്ഷണം എന്തോ കൊടുക്കുന്നു എന്ന് തോന്നുന്നു. 2 ആളുകൾ അതിൻ്റെ ഉള്ളിൽ കൂടി ബക്കറ്റും പിടിച്ച് പോകുന്നത് കാണാം. എല്ലാ മാനുകൾ ഇപ്പോൾ ഒറ്റ സ്ഥലത്ത് അവിടെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്.
ഇതാ ഇവിടെ ഒരു ഏറുമാടമുണ്ട്. പിന്നെ വേറെന്താ ഉള്ളത്? നമ്മളിപ്പോൾ പുഴക്കര എത്തിയല്ലേ വന്ന് ആ കാവേരി നിസർഗധാമ കണ്ടു. പിന്നെ ഒന്നുമില്ല, ചുമ്മാ ഒരു നടത്തം. ഇപ്പോൾ നടക്കാൻ മടിയുള്ളവർക്ക് എന്തായാലും കുറച്ചും മടുക്കും അല്ലേ? കാരണം കുറച്ചധികം നടക്കാനുണ്ട്. ഒരു അരമണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കുക എന്ന് വിചാരിച്ചാൽ പറ്റൂല. പക്ഷെ എന്നാലും ഒരുപാട് കാണാനുമില്ല ഇതിനകത്ത്. പക്ഷെ എന്തോ ഒരു യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്ത് സംസാരിച്ചിട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ പുറത്ത് പിന്നെ വേണമെങ്കിൽ പുഴക്കരയിൽ പോയിരിക്കാം, അല്ലെങ്കിൽ ഏറുമാടത്തിൻ്റെ മേലെ കയറിയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഇരിപ്പിടങ്ങളുണ്ട്, അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്ന് കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ ഇരിക്കാവുന്നതാണ്. പക്ഷേ മറ്റുള്ള എക്സ്പോഷറൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, പക്ഷെ ഒരു കൊടകിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ നിസർഗധാമ. കൊടക് എന്ന് പറയുമ്പോൾ കുശാൽ നഗറിനടുത്താണ്. കുശാൽ നഗറിൽ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടി എന്തായാലും ആളുകൾ വരും. ആ സമയത്ത് നിസർഗധാമയും കൂടി കാണുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.